Hello friends, ഇന്ന് ഒരു സ്പെഷ്യൽ ട്രിപ്പാണ്. ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഞാനൊരു ലോങ് ഡ്രൈവ് പോവാണ്. ഞാൻ ഫാമിലിയെ വിട്ടിട്ട് ഇത്രയും ലോങ് ഡ്രൈവ് ഒരു വർഷത്തിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ ഗോവയ്ക്കാണ് ഇന്ന് പോകുന്നത്. ന്യൂ ഇയർ ഗോവയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മാത്യു കൂടെ ഉണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ യാത്ര അയക്കാൻ വേണ്ടി നിൽക്കുന്നു. അപ്പം കൂടുതൽ യാത്രാ വിശേഷങ്ങളുമായിട്ട് ഉടനെ എത്താം. ഞാൻ മാത്യുവിന്റെ വീട്ടിലെത്തിച്ചേർന്നു. മാത്യുവിന്റെ ഫ്രണ്ടും വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ, മാത്യു ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഇങ്ങനെ എത്തിയതേ ഉള്ളു. പപ്പായും അമ്മയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ ഇന്ന് ഗോവയ്ക്ക് പോകാൻ എല്ലാം റെഡിയായി. ഇവിടുത്തെ പരിപാടികളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ബാഗേജ് എല്ലാം ലോഡ് ചെയ്തു. അപ്പം ഇത് എൻ്റെ ആസാം എന്നുള്ള ഒരു ഫ്രണ്ടാണ്. അവളുടെ പേര് മോനി കങ്കണ കലിത. കുറച്ച് പാടാ പേര് കേൾക്കാൻ. മോനിന്ന് കേട്ടുള്ള ദിവസങ്ങളിൽ ഇനി നിങ്ങൾ കേട്ടോളൂ. അപ്പം നമ്മൾ മൂന്നുപേരും കൂടെ ഒരുമിച്ചാണ് ഗോവയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളെ നോർത്ത് ഈസ്റ്റിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും മോണിനെ എന്താണെങ്കിലും ഞങ്ങൾ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പരിചയം ഇപ്പോഴേ പുതുക്കാൻ ഒന്ന് പരിചയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒന്ന് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പം കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അപ്പൊ മാത്യു റെഡി അല്ലേ? ഓൾ ഗുഡ്. ഹായ് ഗൈസ്, ഞങ്ങൾ വെളുപ്പിനെ 3 മണിയായി. ഇപ്പോഴും ഫുൾ ഓണാണ്. നന്ദി എന്നാണ് സ്ഥലത്തിന് പേര്. കൊയിലാണ്ടിക്കും പയ്യോളിക്കും ഇടയ്ക്ക്. പയ്യോളിക്കും ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരം ഉറങ്ങി. മാത്യു ആണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി അവൻ ഫുൾ ഓണാന്ന് ഇപ്പോഴും പറയുന്നത്. കാരണം വീണ്ടും അവൻ തന്നെയാണ് ഓടിക്കുന്നത്. കുറച്ച് മാത്രമേ വേറെ എക്സൈറ്റ്മെന്റ് കൂടെ ഉണ്ട്. ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ബോർഡർ ക്രോസ് ചെയ്യാൻ പോകുന്നത്. ബാക്കി രണ്ടുപേരും ക്രോസ് ചെയ്ത് പല പ്രാവശ്യം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം ജോമറ്റ് മണിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോവ ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം കാഞ്ഞങ്ങാടായി. ഈ കാഞ്ഞങ്ങാട് കാസർഗോഡ് ഏരിയയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്തനായിരുന്നു ഇത്ര നേരം വണ്ടി ഓടിച്ചിരുന്നത്. മാത്തൻ്റെ പുറത്താണ്. അപ്പം മോണി കൂടിയുണ്ട്. അപ്പോൾ യാത്ര ഇതുവരെ ഒരു രാത്രി കുഴപ്പമില്ലാതെ വണ്ടി ഓടിച്ചങ്ങ് പോയി. ഇനി മുന്നോട്ടും നന്നായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. രാവിലെ 7 മണിക്ക് ബേക്കൽ ഫോർട്ടിന് മുന്നിൽ എത്തിയതാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് 8 മണിക്ക് എത്തി തുറക്കുള്ളതെന്ന്. ഇവിടെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നല്ല ദോശയും ഇതൊക്കെയായിരുന്നു. ഇഡലി ഒക്കെ കഴിച്ചു. എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ വീട് ഈ ബേക്കൽ ഫോർട്ടിൻ്റെ ബീച്ചിൻ്റെ അവിടെയുണ്ട്. അവർ സ്ഥലത്തില്ല, UK-ലാണ്. അവിടെ ഞാൻ വന്ന് 2 ദിവസം ഒരു 12-15 കൊല്ലം മുമ്പ് കടന്നിട്ടുണ്ട്. അപ്പം ആ ഓർമ്മ പുതുക്കാൻ വേണ്ടി അതിലൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് പിന്നെ ബേക്കൽ ഫോർട്ടും കണ്ടിട്ട് ഞങ്ങൾ നേരെ ഗോകർണം പോകും. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്ത് സനീഷിൻ്റെ പഴയ വീട്. അവനിപ്പം UK-ലാണ്. ബേക്കൽ ഫോർട്ടിന് അടുത്തുള്ള ബീച്ചാണ് കാണുന്നത്. രാവിലെ മീൻ കച്ചവടമൊക്കെ തകർക്കുന്നു. വള്ളങ്ങളൊക്കെ കയറിയിരിക്കുന്നു. ആ കാണുന്നതാണ് ബേക്കൽ ഫോർട്ട്. നമ്മൾ ബേക്കൽ ഫോർട്ടിൻ്റെ അടുത്ത് പോയി അതിൻ്റെ ഫോട്ടോസൊക്കെ എന്താണേലും എടുക്കും. ഇപ്പം 8 മണിയാകുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യും. ബേക്കൽ ഫോർട്ടിലോട്ട് എൻട്രി ചെയ്യുവാണ്. ബേക്കൽ ഫോർട്ടിൻ്റെ മുൻവശമാണിത്. രാവിലെ 8 മുതൽ 5:30 വരെ ഉള്ളൂ ഇതിൻ്റെ പ്രവേശന സമയം. എൻട്രി ഫീ 25 രൂപയാണ്. ഇതിനകത്ത് ഒരു ടെമ്പിളുണ്ട്.
അപ്പോൾ ബേക്കൽ ഫോർട്ടിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒന്ന് പണി നിന്ന് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരണ്ട. അതിന് മുമ്പ് ഇതുപോലെ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അല്ലെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ബേക്കൽ ഫോർട്ടിൻ്റെ ടിക്കറ്റ് എന്നുള്ളത്. സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇത് വരും, ലിങ്ക് വരും. അത് കഴിഞ്ഞ് 25 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടേ ഇങ്ങോട്ട് വരാവുള്ളൂ, അല്ലെ വെറുതെ പോസ്റ്റ് ആവും, ഇവിടെ നിൽക്കും. അപ്പോൾ ഞങ്ങൾ കയറുകയാണ്. അപ്പം ഇത് ഞങ്ങളുടെ ഐറ്റിനറി ഇല്ലാത്തൊരു ടൂറിസ്റ്റ് ഏരിയ ആണ് ബേക്കൽ ഫോർട്ട്. മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ കറക്റ്റായിട്ട് രാവിലെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റിയത്. എനിവേ ഇവിടെ വട്ടം കറങ്ങി ഒന്ന് കാണുവാണ്. ബേക്കൽ ഫോർട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു മനോഹരമായ ഫോർട്ടാണ്. അതോടൊപ്പം ഇത് കടലിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു വ്യൂ പോയിൻ്റും കൂടിയാണിത്. കടലിൻ്റെ തീരത്തോട്ട് ബേക്കൽ ഫോർട്ടിൽ നിന്നുള്ളൊരു പാത്വേ ആണ്. വളരെ മനോഹരമായ ഈ പാത്വേ കൂടി നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങുമ്പം ഉള്ള വ്യൂ കണ്ടോ. ഇന്ന് വൈകുന്നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. ചേട്ടൻ രാവിലെ ഇവിടെ ക്ലീൻ ചെയ്യുവാണ്. ബീച്ച് കണ്ടോ, എന്നാ അടിപൊളി ബീച്ചാണ്. വാവ്, ഇവിടെ റിസ്ക് ഉള്ള ബീച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങാൻ അനുവാദമില്ല. ബേക്കൽ ഫോർട്ടിൻ്റെ ഏറ്റവും താഴെ ബീച്ചിലോട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. കാരണം ബാക്കി എല്ലാവരും മേളിൽ നിൽക്കുവാണ്, ഞാൻ മാത്രമേ ഇങ്ങനെ ഇറങ്ങി പോകുന്നുള്ളൂ. എനിക്കിത് വീഡിയോയിൽ പകർത്താതിരിക്കാൻ തോന്നിയില്ല. കേട്ടോ, എത്ര രസകരമായ ഒരു സ്ഥലമാണ്. വെയിൽ അവിടെ നിന്നായതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ കാഴ്ചയിലോട്ട് അങ്ങ് കിട്ടുന്നില്ല. ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ കാണിക്കാം. എന്താണേലും കണ്ടോ, വാവ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?
ബേക്കൽ ഫോർട്ട് നിങ്ങളെല്ലാം കണ്ടല്ലോ. ഞങ്ങൾ ബാക്കി ബാംഗ്ലൂർ ഹോം ബീച്ചും ഗോകർണയും ഒക്കെ കാണാൻ വേണ്ടിയുള്ള യാത്ര തുടരുകയാണ്. അപ്പം വീണ്ടും കാണുന്നതോടെ വരെ ബൈ.